ആദ്യമായിട്ടാണല്ലോ ഫ്ലൈ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇതിന്റെ നമുക്ക് പിന്നെ ഡൽഹിയിലേക്ക് ഇപ്പൊ എന്നാ എത്തുന്നത്? ഡൽഹിയിലോട്ട് ഞാൻ ക്യാപ്റ്റൻസ് വിൻഡോയുടെ കീഴിലല്ല പോയത്, സെപ്പറേറ്റ് ആയിട്ടാണ് പോയത്. നമുക്കറിയാലോ, ഇത് കൂടുതൽ ആളുകൾ ഈ ഒരു സംഗതിയിൽ നല്ല സാമ്പത്തിക ചെലവുള്ള ഒരു ഇതാണെന്ന് എല്ലാവർക്കും അറിയുന്ന. അപ്പോ ഇപ്പൊ നിലവിൽ ഇപ്പോ ഏകദേശം ഈ ഒരു ഇതുവരെ എത്താൻ ശരിക്കും ആൾമോസ്റ്റ് എത്ര ചെലവായിട്ടുണ്ടാവും? ശരിക്കും നമുക്ക് തിയറിയും ഫ്ലൈയിങ് പാട് കമ്പയർ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ അത് നല്ല ബുദ്ധിമുട്ടാണ്. നല്ല ഭംഗിയാണ്. എന്നിട്ട് ആ വെളിച്ചം കണ്ടിട്ട് അവള് ഓടി പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കും. അതൊറ്റ വാക്കാണ് എനിക്ക് ഓക്ക് കൊടുക്കാൻ കഴിഞ്ഞ ഒരു പത്ര ദൃശ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡായിട്ടുള്ള ഒരു പേരാണ് മറിയം ജുമാന. തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ വലിയ സ്വപ്നത്തിൻ്റെ ആദ്യ കടമ്പ 7 മണിക്കൂർ വിമാനം ഫ്ലൈ ചെയ്തുകൊണ്ട് നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് മറിയം ജുമാന. അപ്പോൾ അവരാണ് നമ്മൾ കൂടെ ഉള്ളത്. കുറച്ച് വിശേഷണങ്ങളും നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്ട്. നമുക്കറിയാം, നമ്മുടെ മലപ്പുറം ജില്ലയിൽ വളരെ ഒരു നാട്ടുംപുറത്തുകാരിയായിട്ടുള്ള സാധാരണ കുടുംബത്തിൽ ജനിച്ച മറിയം ജുമാന വലിയൊരു നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മലപ്പുറം ജില്ലയാണ്, അതൊരു സാധാരണ ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. നമ്മളെ ഒരു മൈൻഡിൽ എന്ന് പറയാൻ നമുക്ക് എന്താവണം എന്ന് ചോദിക്കുമ്പോൾ ഒരു IPS IAS ഒരു ഡോക്ടർ, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും കുട്ടികളില്ലാത്ത ഒരു സമയത്താണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ വലിയൊരു നേട്ടം, അതായത് അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണ്, എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്, എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം എക്സാംസ് കാര്യങ്ങൾ കുറച്ച് ടൈറ്റ് ഉണ്ട്. അപ്പം അതിൽ തന്നെ +1 +2 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫിസിക്സിൽ നമുക്ക് മാത്സിലും 60% എബോവ് ആണ് മാർക്ക് കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും തിയറി അക്കാദമി അപ്രോച്ച് ചെയ്യുക. അവര് പറയും ക്ലാസ് 2 മെഡിക്കൽ എടുക്കണം പറയും. അപ്പൊ അവര് തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യും, ഇന്ന ഹോസ്പിറ്റലിൽ പോയാൽ മതി, പിന്നെ ഡോക്ടറിന്റെ നമ്പറൊക്കെ തരും. അങ്ങനെ ക്ലാസ് 2 മെഡിക്കൽ എടുക്കാം. ഞാൻ ബാംഗ്ലൂരിലാണ് പോയിരുന്നത്. അപ്പം മെഡിക്കലില് വിഷൻ നോക്കും, പിന്നെ കളർ ബ്ലൈൻഡ്നെസ്, പിന്നെ ഹിയറിംഗിന്റെ എബിലിറ്റി, പിന്നെ ചെസ്റ്റിന്റെ എക്സ്റേ, പിന്നെ യൂറിനും ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്യും. അതാണ് ഇതിന്റെ ഒരു തുടക്കം. അത് +2 ഏത് സമയത്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു പൈലറ്റ് ആവണം എന്നൊക്കെയുള്ള ആഗ്രഹം? 10ാം ക്ലാസ്. അപ്പൊ സത്യം പറഞ്ഞത് ആരോടാ നമുക്കൊരു സ്വാഭാവികമായിട്ടും അന്വേഷിക്കുമല്ലോ, അത് ഇതിനിപ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. എങ്ങനെയാണ് അത് ഇന്നിയും അക്കാദമിയ കാര്യങ്ങളൊക്കെ അറിയുന്നതൊക്കെ? ഇത് അറിയുന്നത് ഞാൻ 10th എൻക്വയറി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്ര ഫീ ആവുന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ +1 +2 എനിക്ക് വല്ലാതെ ഓർമ്മയില്ല. അപ്പൊ പഠിക്കുന്ന സമയത്താണ് ഇവിടെ തന്നെ മൊറയൂരില് ഒരു CPL ഹോൾഡർ ഉണ്ട്, കൊമേഴ്ഷ്യൽ പൈലറ്റ് എന്ന്. അവരിപ്പം സ്കൈലിക് ഏവിയേഷന് കോഴിക്കോട് നടത്തുന്നുണ്ട്. അപ്പം അവര് പറഞ്ഞു ഇങ്ങനെ ക്യാപ്റ്റൻസ് വിൻഡോ അക്കാദമി ഉണ്ട് തിയറി എന്ന്. അത് അന്ന് സ്കൈലിംഗ് ഇല്ലായിരുന്നു, അപ്പൊ ക്യാപ്റ്റൻസ് വിൻഡോ ഉണ്ട്. അപ്പം ഇങ്ങനെ തിയറി ജോയിൻ ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ അവര് ക്ലാസ് മെഡിക്കലൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്തു. 6 മന്ത് തിയറി കംപ്ലീറ്റ് ചെയ്തു കോഴിക്കോട്. ആദ്യം ക്ലാസ് 2 മെഡിക്കൽ പാസ്സായി, പിന്നെ തിയറി എക്സാം പോലെ എക്സാം ഉണ്ടോ? അതില് നമുക്ക് DGC എക്സാംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ എങ്ങനെയത്? പ്രൈവറ്റ് ആയിട്ട് മീൻസ് ഇത് ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ DGC, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിലാണ് എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നത്. എക്സാംസും കാര്യങ്ങളൊക്കെ കൊച്ചി, ചിലപ്പം ബാംഗ്ലൂർ, അവിടെ അങ്ങനെ സിറ്റീസിലാണ്, കൊൽക്കത്ത അങ്ങനത്തെ സിറ്റീസിലാണ്. അപ്പൊ അതിനായിട്ട് +2 കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ പുറത്ത് പോകുന്നത്. ഇപ്പോ ഡൽഹിയില് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ട് ഇപ്പൊ എത്രയായി? 3 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെ ഈ തുടക്കം തന്നെ ഇപ്പൊ ഫ്ലൈ അങ്ങനെയാണ് തുടങ്ങുന്നത്? അത് നമ്മൾ ആദ്യം SPL ക്ലിയർ ചെയ്യണം, സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ്. അതൊരു റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂ ആണ്. അത് ഏത് അക്കാദമി ആണോ പോകുന്നത് അവരെ ചെയ്യുന്നത്. പ്രാക്ടിക്കലായിട്ട് വരും, അത് നമ്മൾ ഓടിച്ച് കാണിക്കേണ്ടി വരും. അത് നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഫ്ലൈ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇതിന്റെ ആദ്യം നമുക്ക് ഈ കയറിയിട്ടുള്ള സംഗതികളൊക്കെ അതിന്റെ മുന്നേ കാണിച്ചു തരും. അത് ഫസ്റ്റ് ടൈം ആണ് അതിനകത്തേക്ക്? നമ്മൾ ആദ്യം SPL കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അവര് പറയും ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയും. ചിലവിടത്ത് അതിന്റെ മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. ഇതിപ്പോ ഈ ഒരു വിമാനം ഏത് കാറ്റഗറി പെട്ടതാണ്? വിമാനം എന്ന് പറയുന്നത് ഞാനിപ്പം ഓട്ടുന്നത് സെസ്ന 171. കുറെ ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ് ഉണ്ട്. ഞാൻ ഓട്ടുന്നത് സിംഗിൾ എഞ്ചിനാണ്. അതില് ശരിക്കും ഈ എത്ര ആളെ അകത്ത്?
4 ആൾക്കാരാണ്. ഇതിപ്പോ അന്ന് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് തനിച്ചുണ്ടാവാതെ ആരെങ്കിലും ഒരാള് അല്ലല്ല, ഇൻസ്ട്രക്ടർ ഉണ്ടാവും. അല്ലേ? അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാറ് പഠിക്കാൻ പോയാല് നമ്മളൊറ്റയ്ക്ക് ഉണ്ടാവില്ലല്ലോ, കൂടെ ഉണ്ടാവുമല്ലോ. അതേപോലെ ഇതിപ്പോ 7 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട്. കണ്ടിന്യൂസ് ആയിട്ടില്ല. നമുക്ക് ഒരു ദിവസം തന്നെ പോയാല് ചിലപ്പോ 30 മിനിറ്റ്സ്, 45 മിനിറ്റ്സ്, ചിലപ്പോ 1 അവർ. കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമുക്കൊന്ന് കംപ്ലീറ്റ് നമ്മൾ തന്നെ ആയിരുന്നു, നമ്മളെ കൺട്രോൾ തന്നെ ആയിരുന്നു. ടേക്ക് ഓഫ് നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷെ ലാൻഡിങ് കുറച്ചുകൂടെ ഹവേഴ്സ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ലാൻഡിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത് ലാൻഡിങ് ആണ് മെയിൻലി നമ്മള് ടേക്ക് ഓഫ് ഒന്നും പേടിക്കേണ്ട ആവശ്യമാണ്. ഘട്ടങ്ങളിലായിരിക്കും അതിന്റെ കൂടുതൽ പഠിക്കണ്ടാവും. അതെ, നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് എവിടെ വെച്ചിട്ട് ഫ്ലൈ ചെയ്തത്? മഹാരാഷ്ട്രയിൽ. അപ്പൊ ഇനി ശരിക്കും അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഏതാണ് ശരിക്കും ഇനി വരുന്നത്? അടുത്ത ഘട്ടം ഈ 200 hours കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തിട്ട് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് മേടിച്ചതിന് ശേഷം എയർലൈൻസ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ജോബിന് കയറാം. ഇപ്പൊ കിട്ടിയ ലൈസൻസ് ശരിക്കും എന്താ, പഠനത്തിന്റെ ആവശ്യങ്ങൾക്ക് കിട്ടുന്ന ലൈസൻസ് അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂ ഫ്ലൈയിങ് സ്കൂളുകാർ നടത്തും. അതിൽ പാസ്സായി കഴിഞ്ഞാല് സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് കിട്ടും. അത് കഴിഞ്ഞാല് നമ്മള് ഫ്ലൈയിങ് സ്റ്റാർട്ട് ആവും. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ എന്നാണ് ഇനി വീണ്ടും പോകുന്നത്? ഞാൻ 15th പോകും. തിരിച്ചു പോകും ഡൽഹിക്ക് തന്നെ. അപ്പൊ പിന്നെ ഇനി അടുത്ത ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് എത്ര കാലം കൊണ്ട് ഇതൊക്കെ, അതായത് ഇപ്പോ CPL എന്ന് പറയുന്ന കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഘട്ടം? 1.5 വർഷം 2 വർഷമൊക്കെ എടുക്കും. ഓൾമോസ്റ്റ് ഇപ്പോ നമുക്കറിയാലോ, ഇത് കൂടുതൽ ആളുകൾ ഈ ഒരു സംഗതിയിൽ നല്ല സാമ്പത്തിക ചെലവുള്ള ഇതാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോ ഇപ്പൊ നിലവിൽ ഇപ്പോ ഏകദേശം ഈ ഒരു ഇതുവരെ എത്താൻ ശരിക്കും ആൾമോസ്റ്റ് എത്ര ചെലവായിട്ടുണ്ടാവും? നമുക്ക് CPL കിട്ടാനും വേണ്ടിട്ട് 40 lakhs എബവ് വരും. ഇപ്പം ഇന്ത്യയിൽ ഇപ്പം നിലവില് 50 lakhs 55 lakhs വരുന്നുണ്ട്. നമ്മൾ വർഷം കൂടുന്തോറും ഇതിന്റെ പൈസ കൂടി വരുന്നുണ്ട്. പിന്നെ ഇനി അതായത് ഇപ്പൊ ഫൈനൽ സ്റ്റേജ് നമ്മളെ കൊമേഴ്ഷ്യൽ വിമാനങ്ങളൊക്കെ ഓടിക്കാൻ തരത്തിലുള്ള ആ തരത്തിലേക്ക് ഇപ്പൊ ലാസ്റ്റ് ഘട്ടം കഴിഞ്ഞ് നമുക്ക് CPL ലൈസൻസ് CPL കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊമേഴ്ഷ്യൽ പൈലറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. എയർലൈനിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഇന്റർവ്യൂ. അതിപ്പോ ആ ഒരു ഘട്ടം എത്തുമ്പോഴേക്ക് എത്ര സാമ്പത്തിക ചെലവാകുമെന്ന് പറയാൻ പറ്റും? ഒരു അറൗണ്ട് ഞാൻ പറഞ്ഞു, CPL 40 lakhs എബവ് ആണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിനു ശേഷം, എയർലൈൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിനു ശേഷം ടൈപ്പ് റൈറ്റിംഗ് എടുക്കാം. ടൈപ്പ് റൈറ്റിംഗ് എയർലൈൻ്റെ കീഴിൽ പോവാണെന്നുണ്ടെങ്കിൽ 20 lakhs വരും. സെപ്പറേറ്റ് പോവാണെന്നുണ്ടെങ്കിൽ, അതായത് CPL കിട്ടിയിട്ട് സെപ്പറേറ്റ് പോവാണെന്നുണ്ടെങ്കിൽ 15 lakhs വരും. അറൗണ്ട് ഏകദേശം ഒരു 1 crore ആ റേഞ്ചിലേക്കൊക്കെ എത്തും ഇത് കംപ്ലീറ്റ് ആവും. നമ്മൾ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ, ഞാൻ പോകുന്ന രീതിയിൽ പോവാണെന്നുണ്ടെങ്കിൽ 70 lakhs ഒക്കെ ടോട്ടലി അത്ര ചെലവ് വരും. പിന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, കാഡർ പ്രോഗ്രാമിംഗ്. അത് 1.5 കോടിന്റെ പുറത്ത്. അത് എയർലൈൻ്റെ കീഴില് നമ്മൾ ഫ്ലൈങ് ചെയ്യുന്നതാണ്. അതെന്താ മാറ്റം എന്താ ചോദിച്ചാല്, കാഡർ പൈലറ്റ് പ്രോഗ്രാമിംഗ് ആദ്യം ഇന്റർവ്യൂ ചെയ്തിട്ട് നമുക്ക് അതിൽ ക്രാക്ക് ചെയ്തിട്ട് ഫ്ലൈയിങ് ഒക്കെ നടത്തുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഫ്ലൈയിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസമാണ്. ഈ സിലബസിൽ ഇപ്പോ ഈ തിയറി സിലബസിൽ എന്താണ് കാര്യമായിട്ട് വരുന്നത്? തിയറി സിലബസിൽ നമുക്ക് 6 സബ്ജക്ട്സാണ് വരുന്നത്. അതിൽ ഫിസിക്സും മാത്സും വെച്ചിട്ട് വരുന്നുണ്ട്. ഡെറിവേഷൻ കാര്യങ്ങളൊന്നും അല്ല. +1 +2 ഡിഫറെന്റ് ആണ്. കുറച്ച് കൺസെപ്റ്റ്സും ബേസ് ചെയ്തിട്ട് കുറച്ച് മാത്സും ഫിസിക്സും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെട്രോളജി, ക്ലൈമറ്റ് ഒക്കെ, വെതറും കാര്യങ്ങളും അതൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഭൂമിനെ കുറിച്ചൊക്കെ ചെറുങ്ങനെ പഠിക്കാനുണ്ട്. പിന്നെ ബയോളജി കുറച്ചുണ്ട്. നമ്മൾ ഇത്ര ഹൈറ്റിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ എക്സ്ട്രാ വരുന്നത് നമ്മൾ ടെക്നിക്കലാണ്. അത് ഒരു എഞ്ചിനീയർ ലെവലാണ്. അത് എയർക്രാഫ്റ്റിന്റെ പാർട്സും എങ്ങനെ വർക്ക് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് RTR ആണ്. അത് നമ്മളെങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്, അതായത് പൈലറ്റ്സിന്റെ കമ്മ്യൂണിക്കേഷൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ലാംഗ്വേജ്, അപ്പം അവരുടേതായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ അതെ, കോഡുകളൊക്കെ ഉണ്ട്. അതാണ് RTR എന്ന് പറയുന്നത്. 6 month കോഴ്സിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ ഇപ്പൊ ഈ വെതർ, ഇപ്പൊ പല കാലാവസ്ഥയിൽ വിമാനം ഓടിക്കേണ്ടി വരും. മഴ ഉണ്ടാവുമ്പോ, മഞ്ഞുണ്ടാവുമ്പോ, ചൂടുകാലം. അപ്പൊ അതിനൊക്കെ പ്രത്യേക സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടി വരുമല്ലോ. അതൊക്കെ ഇന്നീ ഘട്ടങ്ങളിലാണ് അത് നമ്മള് CPL കിട്ടിക്കഴിഞ്ഞിട്ട്
പഠിക്കുന്നതാണ്. ഓക്കെ ഓക്കെ. അതിന്റെ ശേഷം CPL കിട്ടിയതിന് ശേഷമാണ് അതൊക്കെ പഠിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമ്മള് വെതർ ഒക്കെ മോശമാണെന്നുണ്ടെങ്കിൽ CPL മുന്നേ നമ്മൾ ഫ്ലൈ ചെയ്യൂല, അവര് ഫ്ലൈ ചെയ്യാൻ സമ്മതിക്കില്ല. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നാട്ടും പുറത്തുനിന്ന് വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വലിയൊരു നേട്ടം കൈവരിച്ച ജുമാന, തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ആ ഒരു വീട്ടുകാരനെയാണ്. അപ്പോ നമ്മൾ അവരെയും കുറിച്ച് ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും പറയണം, അവർക്ക് പറയാനുള്ളതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണം. എന്തായാലും ഉമ്മാനെയും അതുപോലെ തന്നെ ഉപ്പാനെയും ഇങ്ങോട്ട് ക്ഷണിക്കണം. അവരുടെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, ജുമാനയുടെ ഈ ഒരു വലിയ നേട്ടത്തിൽ അവർ വഹിച്ച പങ്കിനെ കുറിച്ചൊക്കെ സ്വാഭാവികമായിട്ടും അവരൊക്കെ വലിയ മാതൃകയാണ് ഈ നാടിന്. കാരണം ഇങ്ങനെ ഒരു മോളെ അവർക്ക് വലിയ സപ്പോർട്ട് കൊടുത്ത് പിന്തുണ കൊടുത്ത് ഇത്ര ഒരു വലിയ അവരുടെ ഒരു സ്വപ്നം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി വലിയ പിന്തുണ നൽകുന്ന ഒരു ഉപ്പയും ഉമ്മയൊക്കെയാണ്. അവരോട് നമുക്ക് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഉമ്മ, എന്നാണ് അവൾ ഇങ്ങനെ ഒരു, അതായത് സ്വാഭാവികമായിട്ടും നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ പൈലറ്റ് ആവണം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു IPS, കളക്ടർ, അങ്ങനെയൊക്കെയാണ് പൊതുവെ കുട്ടികൾ പറയല്. എനിക്ക് പൈലറ്റ് ആവണം എന്നൊക്കെ പറയുന്ന ആ ഒരു ദിവസം ഓർക്കുന്നുണ്ടല്ലോ, എങ്ങനെ നിങ്ങളോട് അത് പറയുന്നത്? അവൾക്ക് താല്പര്യം ആ ഒരു മേഖലയിലേക്കാണ്. അവള് ഏത് സമയത്തും ഇപ്പം ഞാനൊക്കെ ഉറങ്ങുന്ന സമയത്തും അവള് എണീച്ചിട്ട് പഠിക്കും. ഒരു 3 മണിയായി കഴിഞ്ഞാൽ അവൾ എണീച്ച് അവൾ സ്വന്തം പഠിക്കും. ഞാൻ വിളിച്ചോണ്ടൊന്നും വേണ്ട, അവര് വിളിച്ചോണ്ടല്ല. അപ്പോ ആ സമയത്തൊക്കെ ഫ്ലൈറ്റൊക്കെ പറക്കണ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. എന്നിട്ട് ആ വെളിച്ചം കണ്ടിട്ട് അവള് ഓടി പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കും. അതേപോലെ തന്നെ രാത്രിയും കറക്റ്റ് 10 മണിയായാൽ ഓള് ഉറങ്ങും. അത് മുകളിലൊക്കെ ഇരുന്നിട്ടാ പഠിക്കുക. അപ്പോഴും നല്ല ഫ്ലൈറ്റ് ഒക്കെ പോകുമ്പോൾ നല്ല ഭംഗിയല്ല കാണാൻ. അത് കഴിഞ്ഞിട്ട് ഉറങ്ങിക്കഴിഞ്ഞാല് ചില ദിവസം ഒരു മണിയൊക്കെ ആവുമ്പോൾ കാണാം പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ എന്തിനാ അവള് ഓടി വരുന്നതെന്ന് നമുക്ക് അത്ര അറിയില്ല. അപ്പൊ നല്ല സ്പീഡിലാ ഓടിയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് നോക്കി വിമാനത്തിനാ നോക്കണത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇജ്ജ് എങ്ങോട്ടാ പായണ്? പറഞ്ഞു, ഞാൻ വിമാനം നോക്കാമോ. അതിനാ ഞാൻ വേറെന്തോ സംഭവമാണ് വിചാരിച്ച്. അങ്ങനെ അതാണ് ഓളെ ആ ഒരു ആഗ്രഹം. ഞാനിങ്ങനെ കാണല്ലേ, എയർപോർട്ട് അടുത്തായതുകൊണ്ട് അതെ, വിമാനം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പോയോണ്ട്. അപ്പൊ അതിങ്ങനെ നമുക്ക് കാണുമ്പോ അവളെ ആ ആഗ്രഹം അത്രത്തോളം ഉണ്ട് എന്ന് ഒരു ഉമ്മയായ ഞാനിങ്ങനെ കാണുകയാണ്. ആ കാണുമ്പോ നമുക്ക് ഉള്ളില് മനസ്സിൽ വിഷമം വരുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെ എത്തിപ്പിക്കും എന്നുള്ള ആ ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അതൊക്കെയാണ് എനിക്ക് ഓൾക്ക് കൂടുതൽ ഓളെ കെയർ ചെയ്ത് ഇങ്ങനെ ഒരു മുന്നോട്ട് നയിക്കാനുള്ള ഒരു ആത്മാർത്ഥ മനസ്സെനിക്ക് ഉണ്ടാവാൻ കാരണം അതാണ്. ഓളെ ആ ഒരു ഇത് അതിപ്പോ നമുക്ക് നിരുത്സാഹപ്പെടുത്താൻ പറ്റൂലല്ലോ, കുട്ടികളല്ലേ. അതിനെ പിന്നെ നമ്മൾ തളർത്തി കഴിഞ്ഞാൽ ഓല് ഒന്നാകെ തളരും. അപ്പൊ അത് മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അതിന് ഞാന് എൻ്റെ ആങ്ങളായിരിക്കുന്ന അവനോട് ഞാൻ ചോദിച്ചു. ഓള് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ ഓൾ എന്നോട് പറഞ്ഞു, ഇമ്മച്ചി എനിക്ക് പൈലറ്റ് ആവണം, 10ാം ക്ലാസ്സിൽ നിന്ന് തന്നെ പറഞ്ഞു. അപ്പൊ നന്നായി പഠിച്ചോ, നല്ല മാർക്ക് വാങ്ങിക്കോ. അപ്പൊ എന്റെ ഉദ്ദേശം എന്താ, ഓള് നന്നായി പഠിച്ചു കഴിഞ്ഞാല് വല്ല നീറ്റോ കീമോ ഒക്കെ എഴുതിട്ട് അങ്ങനെ ആക്കാന്നാ വിചാരിച്ച്. പഠിക്കുന്ന കുട്ടിയല്ലേ. പക്ഷെ ഓളോട് ഞാൻ ചോദിച്ചു, നിനക്ക് നമ്മൾ ഇവിടെ അക്ഷയയിൽ പോയി അപേക്ഷിക്കല്ലേ, നീറ്റിന്റെ സമയത്തും കീമിന് അപേക്ഷിക്കുന്ന സമയത്തൊക്കെ അത് അപേക്ഷിക്കാൻ നമുക്ക് എക്സാം എഴുതാൻ പറ്റൂല. ആ സമയത്തൊന്നും ഓള് എന്ത് പറഞ്ഞാലും ഓള് പറഞ്ഞ് എനിക്ക് അതിനൊന്നും അപേക്ഷിക്കണ്ട. അപ്പൊ ഇതൊന്നും അപേക്ഷിക്കാതെ ഈ പിന്നെ എന്തിനാണ് പഠിക്കണത് ചോദിച്ചു. അപ്പോൾ ഓള് പറഞ്ഞ് എനിക്ക് പൈലറ്റ് ആവാനാണ് താല്പര്യം. പൈലറ്റ് ആക്കാൻ നിങ്ങൾക്ക് കഴിയൂലെന്നുണ്ടെങ്കിൽ ഞാന് കോളേജ് ലെക്ചറായിട്ട് പഠിക്കുന്നതാണ്, ഡിഗ്രി എടുത്തിട്ട് അങ്ങനെ പഠിച്ചിട്ട് ഇറങ്ങും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത് ആഗ്രഹിക്കണ്ട, ഷെജി പൈലറ്റ് തന്നെ ആയിക്കോ. അപ്പൊ ഒരു സന്തോഷമായി. അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ ഞാൻ അവനോട് പറഞ്ഞു, ഇതിന്റെ വലിയ ആങ്ങളാണ്, അപ്പൊ അവനോട് പറഞ്ഞു, ഇങ്ങനെ കുട്ടി ഇങ്ങനെയാണ് പറയണത്, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഓളെ ആഗ്രഹത്തിന് നമുക്ക് നിരുത്സാഹപ്പെടുത്താൻ പറ്റൂലല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞു, കുട്ടിയൊക്കെ ആഗ്രഹമുള്ളതിനാ പഠിപ്പിക്കല്, ഈ അതിനും ഇതിനൊന്നും കൊണ്ടുപോയി ചേർത്താണ്ട, ഓൾക്ക് ആഗ്രഹമുള്ള മേഖലയ്ക്ക് ഓല് പോട്ടെ, അപ്പോഴാണ് അതിനുള്ള ആ ഒരു ഇത് കിട്ടുള്ളൂ. ആ ഒരൊറ്റ വാക്കാണ്
എനിക്ക് ഓക്ക് കൊടുക്കാൻ കഴിഞ്ഞ ഒരു ഇത്. അതുകൊണ്ട് ആ ഒരു വാക്കിനാൽ എങ്ങനെ മുന്നേറി ഇവിടെ വരെ എത്തി. എനിക്ക് ഓൻ തന്ന ഒരു മോട്ടിവേഷൻ, അതിനോട് എനിക്കൊരു എനർജി ഫീൽ ചെയ്ത് അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ പിന്നെ അതിന്റെ പുറകെ പിന്നെ അതിന്റെ പുറകിൽ അത് അങ്ങനെ വന്നുകൊണ്ട് നിന്നു. അങ്ങനെയാണ് വിജയിച്ചത്. കുട്ടി വല്യപ്പല്ലേ? ഇത് എന്റെ അപ്പയാണ്. വല്യപ്പ നിങ്ങളെ പേരക്കുട്ടി പൈലറ്റ് ആവാൻ നിങ്ങള് ചെറുപ്പം മുതൽ പറയാൻ ചിലപ്പോ ഇതിലെ വിമാനം പോകണമെന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോ അതില് അങ്ങനെ ഒരു വിമാനത്തിലേക്ക് ഇൻഷാല്ലാ ഭാവിയിൽ അതിന്റെ ആ ഒരു പൈലറ്റ് ആയിട്ട് ഇരിക്കാം, അല്ല അതിന്റെ ഒരു പ്രധാന കടമ്പ കടന്നിരിക്കുകയാണ്. എന്താ തോന്നുന്നത് വല്യപ്പാക്ക്? വളരെ സന്തോഷം ആ കാര്യത്തിൽ. അത് ഉയരത്തിലെത്തട്ടെ, അതിന് പ്രാർത്ഥിക്കുക എല്ലാവരും. വിജയിക്കട്ടെ, എല്ലാ കാര്യത്തിലും വിജയിക്കട്ടെ ആത്മാർത്ഥമായിട്ട്. നിങ്ങള് നാട്ടിൽ തന്നെ ആയിരുന്നു പ്രവാസം? ഞാന് ഇവിടെ തന്നെ, നാട്ടിൽ തന്നെ. പിന്നെ പത്രത്തിന്റെ ഏജൻസി ചന്ദ്രികാന്റെ അത് മുതലേ അങ്ങനെ തന്നെയാണ്. എത്ര വർഷം? അത് വാപ്പ മുതലേ ചന്ദ്രികാന്റെ 1950 മുതൽ എത്ര വർഷം വരെ? 2002 വരെ വാപ്പിയും ഞാനും. 2002 തുടർന്നും ഞാനത് 2002 വരെ കൊണ്ടെത്തിച്ചു. ചന്ദ്രികാന്റെ ഏജൻസി ആയിട്ട് പിന്നെ കച്ചവടമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതാണിപ്പോ. നിങ്ങളൊക്കെ എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത് കൂടെ ഉണ്ടാവില്ല. സാമ്പത്തികമായിട്ടൊന്നും ഇല്ലെങ്കിലും സപ്പോർട്ടായിട്ടൊക്കെ അതിന്റെ വഴിക്ക് നമ്മളൊരു പിന്തുണ എന്നല്ല ആദ്യം കൊടുക്കുന്നത്. ജുമാന്റെ അനിയനും നമ്മുടെ കൂടെ ഉണ്ട്. അനിയന്റെ പേരെന്താ? അബ്ദുൽ റഹീം. താത്തപ്പോ എന്താണ് എവിടെ എത്തി നിൽക്കണ എനിക്കറിയോ? മനസ്സിലായോ? 2 ദിവസമായിട്ട് ഇവിടെ ആളും ബഹളമൊക്കെയാണ് അല്ലെ? പൈലറ്റ് ആവാൻ പോവാണ്. അപ്പൊ എന്താണ് എനിക്ക് താത്താനോട് പറയാനുള്ളത്? എന്താണ് എനിക്ക് തോന്നുന്നത്? സന്തോഷമില്ലേ? സന്തോഷമുണ്ട്. കുട്ടികളോടൊക്കെ പറയണ്ടേ താത്ത പൈലറ്റ് ആവാൻ പോവാന്നൊക്കെ അല്ലെ? സ്കൂളിലൊക്കെ പോയി പറയില്ലേ? അപ്പൊ ഈ എത്ര ക്ലാസ് പഠിക്കണേ? 5-ല്. 5-ല്ലേ? ഇയും അതുപോലെ താത്താന്റെ വഴിയില് വലിയ എന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ? താത്ത 10ാം ക്ലാസ് പൈലറ്റ് ആവാനെ. ഓക്കെ. നമുക്കറിയാം പൈലറ്റ് ആവാനൊക്കെ വലിയ ചെലവുണ്ട്. അത് ജുമാനി നേരത്തെ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഒരു പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോ അതില് യൂട്യൂബ് ചാനൽ എന്തൊക്കെ കണ്ടന്റ് കാര്യമൊക്കെ അവർ പറയും. അതുപോലെ തന്നെ നല്ലൊരു ഗായികയാണ്. സ്കൂൾ കലോത്സവങ്ങളിൽ മാപ്പിളപ്പാട്ടും അതുപോലെ തന്നെ ഉറുദു, പദ്യം, ഗസൽ തുടങ്ങിയ ഇനങ്ങളിലൊക്കെ പങ്കെടുത്ത് എ ഗ്രേഡ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ജുമാന. അപ്പൊ നമുക്കൊരു പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ ജുമാന അനിയനും കൂടി ഉണ്ട് അല്ലേ? യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ കിട്ടിയതാണ്? യൂട്യൂബ് ചാനലിൽ അന്ന് ഞാൻ കുറച്ച് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പാട്ട് അത്യാവശ്യം ഹിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം 7 lakh വ്യൂസ് ഒക്കെ ഉണ്ട്. പിന്നെ ബാക്കി ആകെ കുറച്ച് വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം +2 അതൊക്കെ ഏത് സമയത്താ? 10ാം ക്ലാസ് ആ സമയത്ത് തന്നെയാണ്. അതിനുശേഷം പിന്നെ വീഡിയോസ് അധികം അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മള് കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ ഒരു പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടും കൂടി ആയിട്ട് നമുക്ക് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം അല്ലെ? നല്ലൊരു പാട്ട് അനിയനും കൂടി ചേർന്നിട്ട് ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടും. മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ടുപോകണേ, മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ടുപോകണേ, മക്കം കാണുവാൻ കബം ചുറ്റുവാൻ കല്ല പിടിച്ചങ്ങ് കേഴുവാൻ, മക്കം കാണുവാൻ കബം ചുറ്റുവാൻ കല്ല പിടിച്ചങ്ങ് കേഴുവാൻ, മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ടുപോകണേ.